രാത്രി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന സമയമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിടന്നുറങ്ങി. രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് എണീറ്റ് അത് കഴിഞ്ഞ് ഞാൻ റെഡി ആയപ്പോഴത്തേക്കും താഴെ തന്നെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സ്ഥലത്തോട്ട് പോകാൻ കേട്ടോ. ദിസ് ഈസ് മൈ പൊന്നപ്പൻ. ഞങ്ങൾ വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, എൻ്റെ വീട്ടിലോട്ടാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളങ്ങനെ ഹോട്ടലിൽ കയറിയപ്പോൾ ഞാൻ ലിറ്ററലി അവിടെ കിടന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും തന്നെ വയ്യായിരുന്നു, ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുതിരാനൊക്കെ എത്തി. പിന്നെ പാലക്കാടിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറയാൻ സമാധാനമായത്. അത് കഴിഞ്ഞ് എൻ്റെ വീടെത്തിയത് എൻ്റെ അമ്മേനെ കണ്ട് ഓടി വന്നു. കാരണം ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് കുറേ നാളെന്ന് വെച്ചാൽ 1 മാസമായി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താണ് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ അവസാനം വീടെത്തി. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചതിന് വീടിനകത്തോട്ട് കയറിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട്. എവിടെയൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ വന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറും ചിക്കനെല്ലാം കഴിച്ചു. അങ്ങനെ അവസാനം എൻ്റെ റൂമിലെത്തിയപ്പോഴാശ്വാസം. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ. ടാറ്റാ.